ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് രാത്രി 12 മണിക്ക് വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 12 12 5 10 20 അവസാനം 12:30 അതെ 12:30 മണി എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ വന്നിരിക്കുകയാണ്. ആ എപ്പിസോഡ് മുഴുവൻ കണ്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് എപ്പിസോഡ് നടന്നത്, ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ മനസ്സ് കീഴടക്കിയ കോമണേഴ്സ് ആരൊക്കെയാണ്? 3 ജഡ്ജസ് പരസ്പരം അടിയായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ എപ്പിസോഡ് തന്നെ. ഇത് അവസാനം ആകുമ്പോഴത്തേക്ക് കൂട്ടത്തല്ലാവുമോ? രഞ്ജിനി, അഖിൽ, റിയാസ് ഇവരുടെ പേരിൽ 3 ടീമാണ് വന്നിരിക്കുന്നത്. ഈ 3 ടീമിൽ ആരൊക്കെ മുന്നോട്ട് പോകും? ഓവർ പ്രിപ്പറേഷൻ ചെയ്ത് കുളമാക്കി ചളമാക്കിയ ആൾക്കാരുണ്ടോ ഈ കോമണേഴ്സിനകത്ത്? ഓവർ പ്രിപ്പയർ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കാണാതെ പഠിച്ചുകൊണ്ട് വന്നിട്ട് കുളമാക്കിയ ആൾക്കാരെ കയ്യോടെ പിടിച്ചോ ഇന്ന് രഞ്ജിനി ഒരു കോമണറിനെ, അതായത് ഒരു കണ്ടസ്റ്റന്റിനെ? ഇനിയിപ്പോൾ ഒരു കോമണർ അല്ലല്ലോ, ഇനി അവർ സെലിബ്രിറ്റീസ് ആവാൻ പോവുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് 3 പേർക്ക് പെൻഡൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഔട്ടായി പോയ 20 പേർ അവരെ അടുത്ത എപ്പിസോഡിലും കൊണ്ടുവരും. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ആദ്യത്തെ അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് കാത്തിരുന്നതാണ്. ഞാൻ വിചാരിച്ചു കൃത്യം 12 മണിക്ക് എത്തും എന്നാണ് പറഞ്ഞിരുന്നത്. 12 മണിയായി നോക്കി, 12 5 10 20 അങ്ങനെ 12:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു ഇത് വന്നത്. തെലുങ്ക് ബിഗ് ബോസിൻ്റെ എപ്പിസോഡും വന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ട് ആദ്യത്തെ എപ്പിസോഡ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, തുടക്കമല്ലേ. ഭയങ്കര അങ്ങ് ഗ്രാൻഡ് ലോഞ്ച് ആയിരുന്നു. ഭയങ്കര ഗ്രാൻഡ് അങ്ങനെ ലോഞ്ചൊന്നും ആയിരുന്നില്ല. സാധാരണ ഒരു എപ്പിസോഡ് പോലെ എനിക്ക് തുടങ്ങിയത്. പുതിയ ബിഗ് ബോസിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ കേട്ടപ്പോൾ പുതിയൊരു സമാധാനം തോന്നി. കാരണം എപ്പോഴും പഴയത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. പുതിയൊരു മ്യൂസിക്കൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ അഖിൽ, രഞ്ജിനി, റിയാസ്. സോ ഈ അഖിൽ, രഞ്ജിനി, റിയാസ് 3 ജഡ്ജസ് ആണ്. അവരും എനിക്ക് തോന്നുന്നു രഞ്ജിനിയൊക്കെ നല്ല ഇതായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നല്ല ചിയർഫുൾ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. റിയാസ്, അഖിൽ ഇവർ 2 പേരും മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പണിയാവുമെന്നാണ് തോന്നുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പണികൾ, പാരകൾ, തമ്മിത്തല്ല് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊന്ന് താങ്ങുന്നൊക്കെ ഉണ്ട്. ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞ് രഞ്ജിനി, സീസണിൻ്റെ കാര്യം പറഞ്ഞ് അഖിൽ, റിയാസിനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ താങ്ങലൊക്കെ കാണുന്നുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയത് എങ്ങനെ കാണുമെന്നറിയാം. കണ്ടസ്റ്റൻസിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസ് എല്ലാം എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഇതുവരെ തോന്നി. കാരണം തുടക്കമല്ലേ, അവർ ഇങ്ങനെ ഇതായി വരുന്നതേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അങ്ങ് ജഡ്ജ് ചെയ്ത് അങ്ങ് ഭയങ്കരമാക്കാനൊന്നും പറ്റത്തില്ല. അവർ ഇതിൽ കൂടെയാണ് വളർന്നു വരുന്നത്. നമ്മൾ അവസാനം എത്തുമ്പോൾ അവർ പാകമാകും. അപ്പം ഇവിടെ കുറേ പേര് കാണാതെ പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം. ശരിക്കും ഇവിടെ പ്രസൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ട്രൂ ആയിട്ടുള്ള വ്യക്തിത്വത്തിനെയാണ്. നിങ്ങൾ എന്താണോ അതാണ് പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ച് വന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കയ്യോടെ പിടിച്ച് കഴിഞ്ഞാൽ പണി പാളും. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്ത് കുറേ പേര് അങ്ങനെ ആവശ്യമില്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണി മേടിച്ച ആൾക്കാരും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ രഞ്ജിനി എന്ന് പറഞ്ഞു, രഞ്ജിനി മാമയാണ് ഇഷ്ടം എന്ന് പറയുന്നു. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് പേളി. അതേപോലെ തന്നെ എനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്. അത് പറഞ്ഞ് ഇച്ചിരി ആവശ്യമില്ലാത്തതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്നാലും പിടിച്ച് കയറി എങ്ങനെയൊക്കെയോ. എന്തായിരുന്നാലും ഇതൊക്കെ കുറച്ച് അടുത്തടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഒന്ന് ശരിയായി വരും. ഫസ്റ്റ് എപ്പിസോഡല്ലേ, അതുകൊണ്ടാണ് 20 പേരാണ് ആദ്യത്തെ എപ്പിസോഡിൽ കയറിയിരിക്കുന്നത്. ബാക്കി 20 പേരെയാണ് പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഇനി പുറത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാർ അടുത്ത എപ്പിസോഡിൽ കയറും. എന്തായാലും ഈ രഞ്ജിനി, അഖിലും റിയാസും 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ 20 കണ്ടസ്റ്റൻസിനെ. എന്നിട്ട് ഇവർ തമ്മിൽ, അതായത് ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ തമ്മിലാണ് മത്സരം നടന്നത്. അത് മത്സരിച്ച് വിജയിച്ച് ഒരു പെൻഡനാണ് ഈ ഓരോ ഗ്രൂപ്പിലെ ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഡനകത്ത് ഒരുപാട് പവറുണ്ട്, പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ഈ പെൻഡൻ കിട്ടിയ 3 പേര് ഇന്നത്തെ എപ്പിസോഡിൽ 3 പേർക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തർക്ക്, അതായത് അഖിലിൻ്റെയും രഞ്ജിനിയുടെയും റിയാസിൻ്റെയും ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തർക്ക് ഈ പെൻഡൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ അത് ഇമ്മ്യൂണിറ്റി ആവാം, എന്ത് വേണോ ആവാം. എന്തായാലും പവറുണ്ട്, അതിന് പ്രിവിലേജ് ഉണ്ട് ആ പെൻഡന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ എപ്പിസോഡിൽ നടന്നത്. നാളെ ബാക്കി 20 പേരെയും കൊണ്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ആരെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെടാത്തത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ലെറ്റ്സ് ബിഗിൻ ബിഗ് ബോസ്. അതെ പുതിയ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു പുതിയ പാട്ട്, പുതിയ കണ്ണ്, പുതിയ തീമെന്നൊക്കെ കൊള്ളാം. പെട്ടെന്ന് തുടങ്ങി, അങ്ങനെ വലിയ ലോഞ്ച് അങ്ങനെയൊന്നുമില്ല. പുതിയ പാട്ട് ഇട്ട് റെനീഷ അങ്ങോട്ട് വരുന്നുണ്ട്. റെനീഷ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെനീഷയും എനിക്ക് ഓക്കെയാണ്. ഭയങ്കര
സൂപ്പറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് റെനീഷ ഹോസ്റ്റ് ചെയ്യുന്നത്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷയിൽ തന്നെയാണ് റെനീഷയുടെ ഹോസ്റ്റിങ്. ഞാൻ പണ്ടും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു പ്രാവശ്യം റെനീഷയുടെ ഹോസ്റ്റിങ്, അതുപോലെ തന്നെയാണ് പുള്ളിക്കാരി. നമുക്ക് ഭയങ്കര സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീരെ മോശമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മട്ടനാട്, മട്ട, വടി, അരി, പ്രസൻസ്, മൈജിയും ഉണ്ട്, വൈറ്റ് ഗോൾഡ് ഉണ്ട് മെയിൻ സ്പോൺസേഴ്സ്. പ്രസൻസ്, നമ്മുടെ അഗ്നി പരീക്ഷ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് റെനീഷ വരുന്നുണ്ട്. ഹാപ്പി ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും. 10,000 ആൾക്കാരിൽ നിന്ന് 40 പേരെയാണ് നമ്മുടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 30 പേര് ഡയറക്റ്റ് ഓഡീഷൻ വഴിയും ബാക്കി 10 പേരിൽ 5 പേര് മൈജിയും 5 പേര് വൈറ്റ് ഗോൾഡിൽ നിന്നുമാണ് എടുത്തേക്കുന്നത്. അങ്ങനെ 40 പേര് ഇങ്ങനെ കടന്നു വരികയാണ്. 40 ഫേസസ്, 40 സ്റ്റോറീസ്, മ്യൂസിക്, അതെ മ്യൂസിക് ഇടുന്നു, അവർ കടന്നു വരുന്നു. 1 ഗോൾ, അഗ്നി പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. ജഡ്ജസിൻ്റെ ഇൻട്രോ ആണ് കാണിക്കുന്നത്. പുണ്യ പുരാതന കാലത്തിലെ യോദ്ധാക്കൾ, അതെ യോദ്ധാക്കളോട് പടവെട്ടി ആ പടയിൽ പൊരുതി പുറത്തേക്ക് വന്നവർ എന്നൊക്കെയാണ് ഇൻട്രോ കൊടുത്തേക്കുന്നത് ജഡ്ജസിൻ്റെ. അങ്ങനെ 3 അഗ്നി ഗോളങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. പ്രസൻറ്റിങ് രഞ്ജിനി, അഖിൽ, റിയാസ് ദ ഗെയിം ചേഞ്ചർ ഓൺ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഇട്ട് റിയാസ് ഇങ്ങനെ വരെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫ് എന്താണ് റിയാസിനെ പറയാനുള്ളത്? കോമണേഴ്സിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അവർക്കൊരു നമ്മുടെ മലയാളികൾക്കൊരു ന്യൂ ഫോർമാറ്റാണ് ഈ ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് റിയാസ് പറയുന്നു. അത് കഴിഞ്ഞ് അഖിൽ മാരാറുടെ എൻട്രിയാണ്. നമ്മുടെ പാട്ടൊക്കെ ഇട്ട് റഫ് ആൻഡ് ടഫാണ് അഖിൽ മാരാറിനെ കാണിച്ചേക്കുന്നത്. പാട്ടൊക്കെ ഇട്ട് വരുന്നു. അങ്ങനെ റെനീഷ ചോദിക്കണം, അഖിലേട്ടാ നമ്മൾ എവിടെയോ പാത്ത മാതിരി ഇருக்கு. അപ്പോൾ അഖിൽ, അവസാനമായി നമ്മൾ പാത്തത് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെനീഷ, പിന്നെ ലാലേട്ടൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ അഖിൽ റിയാസിനോട്, റിയാസേ എൻ്റെ കൈ ഒന്ന് പിടിച്ച് പൊക്കൂ. അപ്പോൾ റിയാസ്, പിന്നെ ഇങ്ങേരുടെ കൈ ഞാനിനി പൊക്കാൻ പോകുന്നു, എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ റിയാസ് ഇങ്ങനെ നിൽക്കുകയാണ്, ചിരി മാത്രം. അപ്പോൾ ഇവിടെ റെനീഷ, അഖിലേട്ടനെ പോലത്തെ വിന്നറിനെയാണോ വേണ്ടത്? എന്നെക്കാട്ടി മികച്ച വിന്നറിനെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടെത്തും, മികച്ച വിന്നറിനെ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രഞ്ജിനി വരെയാണ്. നമ്മൾ ഫിയർലെസ് ലേഡി ആയിട്ടാണ് രഞ്ജിനി വരുന്നത്. രഞ്ജിനി വന്നിട്ട് പറയുന്നുണ്ട്, ഇത് അഗ്നിപരീക്ഷ തന്നെ ആയിരിക്കും, നമുക്ക് മിക്കവാറും നമ്മൾ അടിച്ച് പിരിയാതിരുന്നാൽ മതി എന്നൊക്കെ രഞ്ജിനി പറയുന്നുണ്ട്. സീസൺ 1 മലയാളികളും നമ്മളും ക്ലൂലെസ് ആയിരുന്നു, ഇപ്പം ജനങ്ങൾക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്ന് രഞ്ജിനി പറയുകയാണ്. ഇതിനെ മാത്രം കാത്തിരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ബിഗ് ബോസിനെ. അപ്പം എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമ്മുടെ പുതിയ കണ്ടസ്റ്റൻസ് കൊണ്ടുവരുന്നതെന്ന് കാണാമെന്നൊക്കെ രഞ്ജിനി പറയുന്നുണ്ട്. അങ്ങനെ അഖിൽ പറയുന്നുണ്ട്, കേരളത്തിലെ ഏതൊരാൾക്കും ഒറ്റ ഒരു ഇതുകൊണ്ട് ബിഗ് ബോസ് കൊണ്ട് സെലിബ്രേറ്റ് ആകാൻ പറ്റും എന്നാണ് തെളിയിച്ചിരിക്കുന്നത് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. റിയാസ്, അഗ്നി പരീക്ഷ എല്ലാവരും കാണണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ജഡ്ജസിനെ കൊണ്ട് സീറ്റിലിരുത്തുന്നു. അത് കഴിഞ്ഞ ശേഷം റെനീഷ നേരെ ടാസ്ക് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇവരൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ അടികൂടാതെ നമ്മൾ നോക്കിക്കോളാം, പരസ്പരം അടികൂടാതെ നോക്കിക്കോളാം. ഇവർക്ക് തന്നെ അറിയാം ഇവർ അടികൂടും എന്നുള്ളത്, മനസ്സിലായില്ലേ ജഡ്ജസിന്? ഓക്കെ, അങ്ങനെ റെനീഷ ടാസ്ക് സ്ഥലത്തേക്ക് പോകണം. ഇവരൊക്കെ ഇരുന്ന് കാണാനാണ് ടാസ്ക് എന്താ നടക്കുന്നത്, അവിടെ എന്താ നടക്കാൻ പോകുന്നത്, വേറൊരു സ്ഥലത്താണ് ടാസ്ക് നടക്കുന്നത് കേട്ടോ. അങ്ങനെ 30 പേരെ വെൽക്കം ചെയ്യുന്നു ആദ്യം, അതായത് നമ്മുടെ ഹോട്ട്സ്റ്റാർ വഴി തിരഞ്ഞെടുത്ത്. അത് കഴിഞ്ഞിട്ട് മൈജി വഴിയും വൈറ്റ് ഗോൾഡ് വഴിയും വന്ന ആൾക്കാർ 5 പേര് വരുന്നു. എല്ലാവരെയും നിരത്തി നിർത്തുന്നു. ആദ്യത്തെ ടാസ്ക് മണിച്ചിത്രത്താഴ്, അതായത് പകുതി ആൾക്കാർ അകത്ത് കയറും, ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല. ടാസ്ക് ഇതാണ്, ഒന്നുമില്ല. ആ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ തന്നെ ഫുൾ കൺഫ്യൂഷൻ, പക്ഷെ വളരെ എളുപ്പമാണ്. പൂട്ട് താഴ്, അതായത് താക്കോൽ എടുത്തിട്ട് പൂട്ട് തുറക്കണം, അത്രയേ ഉള്ളൂ. 2 ക്ലൂസ് ഉണ്ട്. ആദ്യത്തെ ക്ലൂ ഇരിക്കുന്നത് നമ്മുടെ താക്കോലിൽ, രണ്ടാമത്തെ ക്ലൂ ഇരിക്കുന്നത് നമ്മുടെ പൂട്ടിൽ. ഈ താക്കോൽ എടുത്തിട്ട് ഈ കുറേ താക്കോലുകൾ അവിടെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട്, അത് ചാടിയെടുക്കണം. പക്ഷേ എല്ലാ താക്കോലുകളിലും ക്ലൂ ഉണ്ടാവില്ല. ക്ലൂ ഉള്ള താക്കോൽ, അതായത് ഒരു കാർഡിനകത്താണ് ഈ താക്കോൽ തൂക്കിയിട്ടേക്കുന്നത്. കാർഡിലാണ് താക്കോൽ തൂക്കിയിട്ടേക്കുന്നത്. സോ കാർഡ് എടുക്കുക, അതിന് സ്റ്റിക്കർ മാറ്റി വയ്ക്കുക, ക്ലൂ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. ക്ലൂ ഉള്ളവർ ഈ ക്ലൂവും കൊണ്ട് ഓടണം. അതിന് അപ്പുറത്തെ ക്ലൂ ഉള്ള പൂട്ടുണ്ടാവും, ആ പൂട്ടാണ് തുറക്കേണ്ടത്. ഓക്കെ, എന്തായിരുന്നാലും നമ്മുടെ 3, 2, 1 എന്ന് പറയുന്നത് ക്ലൂ ഉണ്ടെങ്കിൽ മാത്രമാണ് പൂട്ടിൻ്റെ ഭാഗത്ത് വരേണ്ടത്. ക്ലൂ ഇല്ലാത്തവർ അവിടെ വന്നിട്ട് കാര്യമില്ല. എല്ലാവരും ഓടുന്നു, ചാടി എടുക്കുന്നു. ആദ്യത്തേതല്ലേ, അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായ രീതിയിൽ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഐ ഗോട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 13 പേർക്ക് എന്തോ കിട്ടി. അങ്ങനെ ഒരാൾ മാത്രം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. അയ്യോ എനിക്ക് പറ്റുന്നില്ല. എന്താ സംഭവം? ആ പുള്ളിക്കാരുടെ പേരാണ് പൂജ. അതെ, പൂജ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും പൂജ വിചാരിച്ചു, എന്നെ സഹായിക്കാൻ വേണ്ടി പാവം പയ്യെ. അവസാനം പുള്ളിക്കാരൻ തന്നെ, ഇത് എൻ്റെ പൂട്ട്, എൻ്റെ പൂട്ട്, അതെങ്ങനെ എൻ്റെ
കയ്യിലാണ് ക്ലൂ ഉള്ളത്, അത് പറ്റില്ല, ഇത് എൻ്റെ പൂട്ട്. അപ്പോഴത്തേക്ക് റെനീഷ ഇടപെട്ട്, ഇത് ആരുടെ കയ്യിലാണ് ക്ലൂ ഉള്ളത്? എൻ്റെ കയ്യിൽ. പൂജ കരയാറായി, കരഞ്ഞു, എൻ്റെ കയ്യിൽ, ഞാൻ സമ്മതിക്കില്ല, ഞാൻ വിടൂല, എൻ്റെ ക്ലൂ. അപ്പം ശരി, ഒരു കാര്യം ചെയ്യൂ, പൂജയ്ക്ക് തന്നെ തുറക്കാനുള്ള അവസരം കൊടുക്കൂ. അങ്ങനെ ഒരു സീറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. 19 പേരും ഫില്ലായിട്ടുണ്ടായിരുന്നു. 19 പേർക്കും ക്ലൂവും കിട്ടി, 2 ക്ലൂവും കിട്ടി, പൂട്ടും തുറന്ന് അവിടെ റെഡിയായി നിൽക്കുകയാണ്. ഒരു എണ്ണം മാത്രം ബാക്കിയുള്ള, അത് പൂജയായിരുന്നു. പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കുകയാണ്, പക്ഷേ ഒരു പൂട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. കാര്യം പൂട്ട് എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് ജാമായിപ്പോയി. അങ്ങനെ പൂജയ്ക്ക് ഒരു അവസരം കൊടുത്ത് പൂജ ഇന്നാവുകയാണ്. എന്നിട്ട് റെനീഷ 20 പേരെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ്, ജഡ്ജസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ബാക്കി 20 പേരുടെ കാര്യം അറിയില്ല. അപ്പോൾ അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരുടെ ക്ലൂസ് എന്തൊക്കെയാണെന്നുള്ളവരെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. അതായത് ഒന്നുമില്ല, ചിലവർക്ക് സിനിമ ഡയലോഗുകളും എന്ത് സിനിമയാണെന്നുള്ളതുമാണ് ക്ലൂ വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾക്ക് കിട്ടിയത് മാടമ്പള്ളിയിലെ മാനസിക രോഗി ശ്രീദേവി ചേച്ചി അല്ല, അത് പിന്നെ അത് മണിച്ചിത്രത്താഴിലെയാണ്. അടുത്ത ക്ലൂ. വേറൊരാൾക്ക് 15-9 അതായിരുന്നു ക്ലൂ. അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. പിന്നെ മിക്കവർക്കും സിനിമയാണ്. അതായത് അത് മോനെ കത്തി താഴ്ത്തിയിടറ കിരീടം സിനിമ. ഓക്കെ, അങ്ങനെയുള്ള ക്ലൂസാണ് വന്നിട്ടുള്ളത്. അങ്ങനെ റെനീഷ 20 പേരെയും കൊണ്ട് പോവുകയാണ്, ബാക്ക് ടു സ്റ്റേജിലെത്തുകയാണ്. ചെണ്ട കൊട്ടി കട അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ വന്ന് ചെണ്ട ഇങ്ങനെ കൊട്ടുന്നുണ്ട്. അതിനെക്കാട്ടി നല്ലൊരു പാട്ടിട്ടാൽ പോലെയായിരുന്നു. എന്തായാലും ചെണ്ട കൊട്ടി എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ അഖില് ആരൊക്കെ ഭാഗ്യം കൊണ്ട് വിജയിച്ചു പറ എന്ന് പറയുമ്പോൾ എല്ലാവരും കുറച്ച് പേര് കൈ വെക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും കഴിവുകൊണ്ടാണ് വിജയിച്ചത്. നമുക്ക് നോക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞത്. ഭാഗ്യം കൊണ്ട് വിജയിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അഖില് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ പൂജയുടെ അടുത്ത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ അത് തിരിച്ചെടുത്തില്ലേ? എന്താണ് പറയാനുള്ളത്? പൂജ ഫസ്റ്റ് ടൈം ഞാൻ പേടിച്ചു പോയി, ഞാൻ ടെൻഷൻ അടിച്ചു പോയി, പക്ഷേ പിന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഓക്കെ ശരി, അങ്ങനെ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത്? ഞാൻ പഠിച്ചത്, പൂജ പറയാണ്, ഞാൻ പഠിച്ചത് ആരെയും വിശ്വസിക്കരുത്. എനിക്കറിയാമെന്നുള്ള പയ്യനാണ് ഞാൻ കൊണ്ട് കൊടുത്തത്, പക്ഷെ അവനുണ്ടല്ലോ അവസാന നിമിഷം കാലി മാറി. അപ്പോൾ രഞ്ജിനി അഖിലും കൂടെ കണ്ടില്ലേ, ആരെയും വിശ്വസിക്കാൻ പാടില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. അതാണ് ആദ്യത്തെ പാഠം എന്ന് പറയുന്നു. അവരെല്ലാവരും ഇരുത്തുന്നു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് വെറുതെ ഇങ്ങനെ ഇട്ട് കറക്കുന്നു. റെനീഷ ഇങ്ങനെ ഒന്നുമില്ല, സർപ്രൈസ് ആണത്. അതാണ് പെൻഡൻ, ഇൻഫിനിറ്റി പെൻഡനാണ്. അതിങ്ങനെ റെനീഷയുടെ കയ്യിൽ അവസാനം എത്തുന്നു. അതിന് പവറുണ്ട്, പ്രിവിലേജ് ഉണ്ട്. പ്രകടനം ബേസ് ചെയ്തിട്ട് ഇവർക്ക് കിട്ടും. അതിനെ ഒരു ബോക്സിൽ കൊണ്ട് അവിടെ വെക്കും. ആ ബോക്സ് പച്ചയാവുകയാണെങ്കിൽ അത് അവർക്ക് കിട്ടും, റെഡ് ആവുകയാണെങ്കിൽ ഈ പെൻഡൻ അവർക്ക് കിട്ടില്ല. ഓക്കെ, അങ്ങനെ 3 ജഡ്ജസ് 3 ടീമിനെ തിരഞ്ഞെടുക്കണം. അപ്പം റിയാസ് പറഞ്ഞു ഞാൻ റാൻഡംലി തിരഞ്ഞെടുക്കാം, എനിക്ക് ആരാണെന്ന് പോലും അറിയില്ല. ഓക്കെ, ബ്രൗൺ കളർ സുന്ദരി കോച്ചിങ് വരൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സുന്ദരി കുട്ടി നടന്ന് നമ്മുടെ സ്റ്റേജിലെത്തുന്നു. ഐ ലവ് ഹർ ഡ്രസ് എന്ന് നമ്മുടെ റിയാസ് പറഞ്ഞു. അപ്പോൾ രഞ്ജിനി മീ ടു എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാനൊക്കെ, മൂക്കുത്തിയൊക്കെ ഇട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് രഞ്ജിനി ഐ വോണ്ട് ടു ബി പാർഷ്യൽ. ഓക്കെ, ആ മൈക്ക് പിടിച്ച കൊച്ചിങ് വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മൈക്ക് പിടിച്ച കൊച്ചിനെ പിടിച്ച് കൊണ്ടു നിർത്തുന്നു. അഖില് താക്കോൽ എടുക്കാൻ വേണ്ടി ഓടിയ ആള്, അത് ബൈജു എന്ന് പറഞ്ഞ ആളാണ്, പുള്ളിക്കാരനെ അവിടെ നിർത്തുന്നു. റിയാസ് ഓക്കെ, അവിടെ കരഞ്ഞു മെഴുകിയില്ലേ താക്കോലില്ല എന്ന് പറഞ്ഞ് പൂജേനെയാണ് വിളിക്കുന്നത്. അങ്ങനെ പൂജേനെ റിയാസ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും സെലക്ട് ചെയ്യാണ്. ഇവിടെ രഞ്ജിനി പറയാണ് എനി ഡൈവോഴ്സി വിത്ത് 2 kids എന്ന് പറയുമ്പോഴത്തേക്കും ഞാനുണ്ട് എന്ന് പറഞ്ഞു. വന്നോളൂ എൻ്റെ ഗെയിമിലേക്ക് എൻ്റെ ഗ്യാങ്ങിലേക്ക് വന്നോളൂ. അത് കഴിഞ്ഞ് അഖില് കല്യാണമേ കഴിക്കണ്ടെന്ന് തീരുമാനിച്ച ആരാണ്? അപ്പോഴത്തേക്ക് എൽഡോ, ഞാനുണ്ട്. എൽഡോ അങ്ങനെ അഖിലിൻ്റെ ടീമിൽ കയറിയിരിക്കുകയാണ്. റിയാസ് ഓക്കെ, ആ വലിയ മാൻ വിത്ത് ബിഗ് ബൈസെപ്സ്. ഓക്കെ, പുള്ളിക്കാരൻ ബൈസെപ്സ് ഒക്കെ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റിയാസിൻ്റെ ടീമിലെത്തുന്ന അഖിൽ അപ്പോൾ റിയാസിനിട്ടൊരു കൊട്ടു കൊടുക്കുക. അഖിൽ സീസൺ 4 ടാസ്കിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരാൾ കൈപൊക്കിക്കേ എൻ്റെ ടീമിൽ വന്നോളൂ എന്ന് പറയുന്നു. അങ്ങനെ അഖിലിൻ്റെ ടീമിൽ വരുന്നു റിയാസ്. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ അഖിലിന് തിരിച്ചൊരു കൊട്ടു കൊടുക്കാം. അഖിലിൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്ത ആരാണ് എന്ന് പറയുന്നു. അത് പക്ഷേ തിരിച്ച് റിയാസിന് തന്നെ പണി കിട്ടിയട്ടോ. അപ്പോൾ ഒരു കുട്ടി ഞാനാണ് വന്നോളൂ. അപ്പോൾ അഖിൽ എൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്തവരാണ് 90% പേരും, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കയറി നിന്നത് എന്ന് അഖിലും പറയുന്നുണ്ട്. അഖിലിൻ്റെ പൊളിറ്റിക്സ് മിക്കവാറും 21 ദിവസം ചർച്ചയുണ്ടാവും. അത് കഴിഞ്ഞ് റെനീഷ എന്തായാലും എല്ലാവരും റിയാസ് ഗെയിം ചേഞ്ചർ ആരായിരിക്കും റിയാസിൻ്റെ ടീമിൽ? അപ്പോൾ റിയാസ് പറയുന്നത് പൂജ. അപ്പോൾ റെനീഷ റെനീഷ പിന്നെയും ചോദിക്കുന്നുണ്ട് രഞ്ജിനി ചേച്ചി ഫിയർലെസ് ആരായിരിക്കും? എൻ്റെ ടീമിൽ എല്ലാവരും ഫിയർലെസ് ആയിരിക്കും, ഫിയർലെസ് ആവണം എന്ന് രഞ്ജിനി പറയുന്നു. ഇവിടെ അഖില് പറയാണ് റഫ് ആൻഡ് ടഫ് ആരായിരിക്കും എന്ന് നോക്കുമ്പോൾ അഖില് പറയുന്നുണ്ട് ഞാനുമായി കമ്പീറ്റ് ചെയ്യാൻ റെഡിയായ ആളില്ലേ, ആ വ്യക്തി തന്നെ റഫ് ആൻഡ് ടഫ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഓരോ ടീമിൽ നിന്നും ആൾക്കാരെ വിളിക്കാൻ. ഈ ടീമിൽ ഇപ്പോൾ റിയാസിൻ്റെ ടീമിൽ 7 പേര്, രഞ്ജിനിയുടെ ടീമിൽ 7 പേര്, എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ടീമിൽ 6 പേരേ ഉള്ളൂ കേട്ടോ. റിയാസിൻ്റെ ടീമിൽ ഷിബിന, പൂജ, അഭിറാം,
റാഷ, ആസിയ, അനഘ, പ്രണവ്. രഞ്ജിനിയുടെ ടീമിൽ ഫുൾ ഗേൾസ് ടീമാണ്. ആരാധ്യ, സബീറ, പാർവതി, അമൃത, വർഷ, നയന, രചന. പേര് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അഖിലിൻ്റെ ടീമിൽ ബിജു, എൽഡോ, ഷിജിൻ, ഷാനോ, അമൽ, അപർണ. ഇത്രയും പേരാണ് അഖിലിൻ്റെ ടീമിലുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരമാണ്, ടീമുകൾ തമ്മിലല്ല മത്സരിക്കുന്നത്, ഒരു ടീമിലുള്ളവർ പരസ്പരമാണ് മത്സരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ റിയാസിൻ്റെ ടീമിൽ ഓരോരുത്തരുടെ ഇൻട്രോയും പറയണം, അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പറയണം. ഓക്കെ, അങ്ങനെ RJ അനഘ വരെയാണ്. ഞാനൊരു ഗുഡ് ലിസ്ണറാണ്. ഏറ്റവും പെട്ടെന്ന് ഞാൻ പറ്റിക്കപ്പെടും, അതാണ് എൻ്റെ നെഗറ്റീവ്. എൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല റെസണറാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ റിയാസ് ഏറ്റവും ഫേവറേറ്റ് ആരാണെന്ന് അനഘയോട് ചോദിക്കും കേട്ടോ. കഷ്ട. അപ്പോൾ അനഘ പറയണത് എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽമാരാരെയാണ്. അപ്പോൾ റിയാസ് അപ്പോൾ കുറച്ച് മുന്നല്ലേ അഖിൽമാരാരെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പം നീയല്ലേ ചാടി കയറി വന്നത്. അത് പിന്നെ അത് പൊളിറ്റിക്സ് ഇഷ്ടമല്ല, പക്ഷെ ഗെയിം ഇഷ്ടമാണ് എന്ന്. അത് അങ്ങനെ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്സും പുള്ളിക്കാരൻ്റെ പുറത്തുള്ള പുള്ളിക്കാരൻ്റെ വർത്തമാനവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, പക്ഷേ പുള്ളിക്കാരൻ്റെ ഗെയിം ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, എന്നാൽ ശരി. അപ്പോൾ റിയാസ് വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരുന്നത് റാഷയാണ്. ഇംഗ്ലണ്ടിലെയാണ്, സോഷ്യൽ വർക്കറാണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിറ്റർമിൻഡ് പേഴ്സൺ ആണ്. ഓക്കെ, പൂജ വരുന്നു. ഫുൾ ടൈം ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ എത്തിയത് എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഞാൻ കരയും ചിരിക്കും, ഞാൻ തോന്നെല്ലാം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് ഷിബിന വരുന്നുണ്ട്. കണ്ണൂരുകാരി, മോഡൽ, ബ്രൗൺ സ്കിൻ ഗേൾ ആണ്. എനിക്ക് ബ്രൗൺ സ്കിൻ ആയതുകൊണ്ട് ഭയങ്കര വിഷമം. പക്ഷേ ഇപ്പം ആ ബ്രൗൺ സ്കിന് കാരണമാണ് എനിക്ക് കൃത്തിക് റോഷൻ്റെ കൂടെ ആഡ് കിട്ടിയത്. അത് വളരെ നല്ല കാര്യമല്ലേ. ഓക്കെ, ഫുള്ളി കോൺഫിഡൻ്റ് ആണ്. അത് കഴിഞ്ഞ് അഭിറാം വരുന്നുണ്ട്. ജിം ട്രെയിനറാണ്. എന്നിട്ട് റിയാസ് ചോദിക്കണം ഞാൻ ജിം, അപ്പം അഭിറാം കുറച്ച് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത് കേട്ടോ. പ്രിപ്പയർ ചെയ്യണം, പക്ഷെ ഓവർ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് പണി കിട്ടുന്നത്. അപ്പോൾ എന്തിനാണ് ഓഡിയൻസ് അഭിറാമിനെ കാണേണ്ടത്? എന്ത് ആണ് ബിഗ് ബോസിൽ ഓഡിയൻസ് അഭിറാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അഭിറാം ഐ തിങ്ക് ഐ ആം എൻ എൻ്റർടൈനർ. അപ്പോൾ റിയാസ് തിങ്കേ ഉള്ളൂ, അല്ല ഐ ആം എൻ എൻ്റർടൈനർ. യു ആർ ഷുവർ ചോദിക്കും. അപ്പോൾ ഷുവർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രഞ്ജിനി ഹൗ വിൽ യു എൻ്റർടൈൻ, എങ്ങനെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യും? അത് അപ്പോഴത്തേക്ക് റിയാസ് മണി അടിക്കുന്നു. ടിങ് നെക്സ്റ്റ് പേഴ്സൺ. അതായത് നമ്മൾ കുറച്ച് വൈകി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു അവസരം ഇല്ല. അത് കഴിഞ്ഞ് ആസിയയാണ് വരുന്നത്. ആസിയ മോഡലും സ്റ്റുഡൻറ്റും ആങ്കറും ഒക്കെയാണ്. ഷോർട്ട് ടെമ്പേർഡാണ്, നെഗറ്റീവ്. അത് കഴിഞ്ഞ് പ്രണവ് വരുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനറാണ്, BTech സ്റ്റുഡൻ്റാണ്. ഫേക്ക് ഗെയിം കളിക്കുന്നവരെ പേടിയാണ്. എന്തായാലും ഇവരെയൊക്കെ വെച്ചൊരു ടാസ്ക് ചെയ്യിക്കുകയാണ്. നല്ല ടാസ്ക്കാണ്, ഇൻവെർട്ടഡ് പിരമിഡ് ടാസ്ക്കാണ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതായത് 5 സ്കെയിലും 21 കപ്പും കൊടുക്കുന്നുണ്ട്. നിശ്ചിത ടൈമിനുള്ളിൽ ഇൻവെർട്ടഡ് പിരമിഡ് താഴെ 1, മേലെ 2, അതിൻ്റെ മേലെ 3, 4 അങ്ങനെ വെക്കണം. ഓക്കെ, അങ്ങനെ വെക്കുന്നു. അപ്പോൾ ആദ്യം പൂജയുടെ വീഴുന്നുണ്ട്. പ്രണവ് നന്നായിട്ട് വെച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും രഞ്ജിനി അവിടെ ഉണ്ട്. പ്രണവ് സോ ഗുഡ് എന്ന് പറഞ്ഞു തീരുമുന്നേ അതെല്ലാം വീണു. എന്തായിരുന്നാലും ബസർ അടിക്കണ സമയത്ത് അഭിറാം, അനഘ, പ്രണവ് ഈ 3 പേരുമാണ് കംപ്ലീറ്റ് ചെയ്തത്. ബാക്കി എല്ലാവരുടെയും അത് പിരമിഡ് പൊടിഞ്ഞുപോയി. ഇപ്പോൾ പൊടിഞ്ഞു താഴെ വീണു. അവരെ എല്ലാവരെയും ഈ ജയിക്കാത്ത ആൾക്കാരെ എല്ലാം ഔട്ട് ഹൗസിലേക്ക് മാറ്റുകയാണ്. അതായത് ഡേഞ്ചർ സോണാണ് അവർ. അപ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് അപ്പോൾ സ്റ്റേജിൽ 2 സൈഡുണ്ട്. ഒന്ന് ഈ സൈഡ്, ഒന്ന് ആ സൈഡ്. ഈ സൈഡ് സേഫ് സോൺ, ഈ സൈഡ് ഡേഞ്ചർ സോൺ. ഡേഞ്ചർ സോണിനെ ഔട്ട് ഹൗസ് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടേക്ക് അവരെ അങ്ങ് മാറ്റി. ബാക്കി കിട്ടാത്തവരെ, ബാക്കി 3 പേരിൽ ഒരാൾക്കാണ് പെൻഡൻ കിട്ടണത്. ആർക്ക് പെൻഡൻ കിട്ടണം? ഏറ്റവും നല്ല ഭംഗിയായിട്ട് നല്ല ഈസ്തറ്റിക്കായിട്ട് ചെയ്ത ആൾക്കാണ് പെൻഡൻ കൊടുക്കുന്നത്. അത് പ്രണവാണ്. അങ്ങനെ പ്രണവിന് ആ പെൻഡൻ കിട്ടുകയാണ്. അത് കഴിഞ്ഞ് രഞ്ജിനിയുടെ ടീം, ഗേൾ ടീം വരെയാണ്. നയന ഡൈവേഴ്സിയാണ്, വീക്ക്നെസ് മോനാണ്. സാബിറ 2 കല്യാണം കഴിച്ചു, 2ഉം ഫ്ലോപ്പായി. വീക്ക്നെസ് വളരെ സെൻസിറ്റീവാണ്, എവിടെ ഇട്ടാലും ഞാൻ സർവൈവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അമൃത അഡ്വക്കേറ്റ് ആണ്, ഡൈവേഴ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഗേളാണ് എന്നാണ് പറയുന്നത്. വർഷ, അന്ന, വിജയ് ആരെയും ഞാൻ ബോധറിയില്ല, ഞാൻ ഏതിനും കരയും, ഒന്നും ആരും ചോദിക്കരുത്. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രഞ്ജിനിയാണ് ചോദിക്കുന്നത്. ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ്? അപ്പം രഞ്ജിനി ചേച്ചിയാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ്. താങ്ക് യു, രഞ്ജിനി ചേച്ചി ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ലല്ലോ എഴുതിയിരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അല്ലല്ല, ഇതിനകത്തൊരു പേരെഴുതിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്കും ഉടനെ വർഷ, അത് പിന്നെ ഞാൻ അങ്ങനെ എഴുതാൻ വഴിയില്ല, ചിലപ്പോൾ ആരുമല്ല. ഇപ്പം രഞ്ജിനി ലുക്ക് റിയാസ് നോക്കിക്കേ, ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്?
യു റോട്ട് പേളിയാണ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന്. എനിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡിഫറെൻ്റ് ആണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പണ്ടാരോടങ്ങാൻ പേളിയെന്നും എഴുതിപ്പോൾ ഇവിടെ രഞ്ജിനിയെന്നും പറഞ്ഞ് പേളിയാണ് ജഡ്ജെന്നും വിചാരിച്ച് പോട്ട് എന്തായാലും പോയി. ശരി. അത് കഴിഞ്ഞ് രചന എന്ന് പറഞ്ഞ കുട്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ആരാധ്യ ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. ഏറ്റവും ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു നമ്മുടെ കോമണേഴ്സിൽ. 18 വയസ്സേ ഉള്ളൂ. വെരി ഗുഡ്. ഈ ഏജിൽ തന്നെ ഇവിടെ നമ്മളൊക്കെ 18 വയസ്സിൽ ഞാൻ എങ്ങോട്ട് പോയി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു വിഷൻ, ഒരു ഡ്രീം, ഒരു ഗോൾ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇത്രയും ചെറുപ്പത്തിൽ ആ കുട്ടി ഇവിടെ എത്തിയെങ്കിൽ എന്തായിരുന്നാലും ജീവിതത്തിൽ സക്സസ് ആവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീക്ക്നെസ് എന്ന് പറയുന്നത് പിണങ്ങിയാലും ചക്കരയെ മുത്തേന്ന് പറഞ്ഞ് ചെല്ലും, അതാണ് പ്രശ്നം. അപ്പോൾ അഖിൽ പറയുന്നത്, ആദ്യം പറഞ്ഞത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ആവശ്യമില്ല, രണ്ടാമത് പറഞ്ഞതാണ് ആവശ്യം. ഓക്കെ. അത് കഴിഞ്ഞ് പാർവതി 4ാമത്തെ അറ്റംപ്റ്റാണ് നമ്മുടെ ബിഗ് ബോസ് ഓഡീഷൻ, പക്ഷേ കിട്ടി. ഓവർ തിങ്കിങ് ആണ് നെഗറ്റീവ്. എന്തായാലും ഇവർക്കൊരു ടാസ്ക് കൊടുക്കും. ഈ ടാസ്ക് എനിക്കൊരു സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ആരൊക്കെയാണ് ഇന്നായത്, ആരൊക്കെയാണ് ഔട്ടായത്? ഒരാൾ മാത്രമേ ഇന്നായിട്ടുള്ളൂ. അതിനകത്ത് ഒരു റിങ് കൊടുക്കും. ആ റിങ്ങിൽ ഈ ജഡ്ജസിൻ്റെയും റെനീഷ ഉൾപ്പെടെയുള്ള പേര് പറയും. അഖിൽ എന്ന് പറയുകയാണെങ്കിൽ റിങ്ങിനകത്തോട്ട്, റെനീഷ എന്ന് പറഞ്ഞെങ്കിൽ റിങ്ങിന് പുറത്തോട്ട്, രഞ്ജിനി എന്ന് പറയുന്നെങ്കിൽ റൈറ്റ്, നമ്മുടെ റിയാസ് എന്ന് പറഞ്ഞെങ്കിൽ ലെഫ്റ്റ്. അങ്ങനെ സ്റ്റാർട്ട് ആവുകയാണ്. ആദ്യം തന്നെ ആരാധ്യ ഔട്ടായി. പിന്നെ ഇപ്പോൾ അങ്ങനെ അവസാനം ജയിച്ചത് പാർവതിയാണ്. പാർവതിക്കാണ് പെൻഡൻ കിട്ടിയത്. ഇനി അടുത്ത അഖിലിൻ്റെ ടീം എൽഡോ, ഉറച്ച നിലപാട്, ഞാനൊന്നും മറക്കത്തില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് കട്ടം തിട്ടായിട്ട് നിൽക്കുകയാണ്. ടാസ്കിന് പക്ഷെ പോയി കേട്ടോ, പക്ഷെ കുഴപ്പമില്ല. ആളിങ്ങനെ, നമുക്ക് ടാസ്ക് അല്ലല്ലോ ഇമ്പോർട്ടൻറ്റ് എന്നത് ഇവിടെ വാഗ്വാദം തന്നെ നടന്നു. അപ്പോൾ എൽഡോ പറയാണ്, ഞാനൊന്നും മറക്കത്തില്ല, ഞാൻ ഉറച്ച നിലപാടാണ്, അനങ്ങാൻ പോണില്ല എന്നുള്ള രീതി. ഞാൻ വെച്ചു പാറ പോലത്തെ മനുഷ്യൻ. അത് കഴിഞ്ഞ് അമൽ പറയണം, എൻ്റെ അമ്മയാണ് എൻ്റെ സ്ട്രെങ്ത്. അത് കഴിഞ്ഞ് ഷിജി, ഞാനൊരു ഡാൻസറാണ്. അത് കഴിഞ്ഞ് ബിജു, തെരുവിൽ നിന്ന് വന്നതാണ് ഞാൻ. പിന്നെ ഒരു കുമ്മോളം ഉണ്ട് എനിക്ക് ബലഹീനത, ഉള്ളത് പറയാമല്ലോ, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഉള്ളത് പറയാമല്ലോ. എനിക്ക് ബാക്കിയുള്ളവരൊക്കെ എനിക്ക് ഒരു ബലഹീനതയില്ല, എനിക്ക് വീക്ക്നെസ്സേ ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുന്നോളം ബലഹീനതകളുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഷാനോ തോമസ് വന്നിട്ട്, മൈ നെയിം ഈസ് ഷാനോ തോമസ്, ആക്ച്വലി ഐ എം മെൻ്റലി ഫിസിക്കലി വെരി വെൽ ആൻഡ് ഐ ഹാവ് എ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. അപ്പോൾ രഞ്ജിനി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയോ, അതെന്താണ്? അപ്പം ദ്വന്ദ്വ വ്യക്തിത്വം, അപരവ്യക്തിത്വം, എന്താണ് കുഴപ്പം എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഇമോഷണലി വളരെ സ്ട്രോങ് ആണ്, എനിക്കൊരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്, ആക്ച്വലി എനിക്ക് ഭയങ്കരമായ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പം എല്ലാവരും ഇത്രയും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ആൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും പുള്ളിക്കാരൻ അവിടെ എങ്ങനെയൊക്കെയോ പതറിപ്പോയി, വീണുപോയി, എന്നാലും പിടിച്ചു നിന്ന്. അപർണ കോമ്പറ്റേറ്റീവാണ്, നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിക്കാരിക്ക്. എന്തായാലും ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ബൗൺസ് ചെയ്തിട്ട് കപ്പിലേക്ക് ബോൾ ഇടണം. ഇങ്ങനെ ബൗൺസ് ചെയ്ത് കപ്പിലേക്ക് ബോൾ ഇടണം. അങ്ങനെ ബൗൺസിങ് ആരംഭിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഷിജിനാണ് 22 ബോളാണ് ഇട്ടത്, അമൽ 16. ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള 2 പേര്, 8 ബോൾ ഇട്ട 2 പേരും ഡേഞ്ചർ സോണിലേക്ക് പോയി. ഷിജിനാണ് പെൻഡൻ കിട്ടിയത്. അങ്ങനെ ഷിജിനോട് പറയാണ്, ഹാപ്പിയാണോ ഷിജിനെ? ഹാപ്പിയാണ്. അയ്യോ ഉറക്കെ പറ, ഹാപ്പിയാണ്. അപ്പോൾ അഖിൽ, ഒച്ച വേണം, ബിഗ് ബോസിനകത്ത് ഒച്ച വേണം. ടാസ്ക് ജയിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതേ കണ്ടില്ലേ, ടാസ്ക് ജയിക്കാതെ ഒറ്റ ടാസ്ക് ജയിച്ചിട്ടില്ല. എന്നിട്ട് ഇവിടെ ജഡ്ജായി വന്നിരിക്കുന്നുണ്ടില്ലേ ആര്, രഞ്ജിനി. അപ്പോൾ രഞ്ജിനി അങ്ങനെയാണോ? അപ്പോൾ കാണിച്ചു കൊടുക്കാം. അതെ, ഇവിടെ അത് ശരിയാണ്, ടാസ്ക് ജയിച്ചിട്ട് കാര്യം. ഇവിടെ ഒരാൾ കണ്ടില്ലേ, ബിഗ് ബോസ് ജയിക്കും പക്ഷേ MLA ജയിക്കൂല, കഷ്ടം. അപ്പോൾ അഖിൽ, അപ്പോൾ അത് പിന്നെ MLA ഒരുപാട് പേരില്ലേ മത്സരിക്കാൻ, ഞാൻ മാത്രമല്ലല്ലോ മത്സരിക്കാനുള്ളത്. ഇത് മിക്കവാറും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ. അങ്ങനെ അഖിലും രഞ്ജിനിയും കൂടെ അങ്ങോട്ടൊരു കോർക്കലായി. അങ്ങനെ അപ്പം രനീഷ പറയണം, എല്ലാവരും സെറ്റിലായി, പെൻഡൻ കിട്ടി, ബാക്കിയുള്ളൊരു ഡേഞ്ചർ സോണിൽ, കുറച്ച് പേര് സേഫിൽ. ഇനി 20 പേരെ എന്ത് ചെയ്യും? ഏത് 20 പേര്? അവളപ്പുറത്ത് മണിച്ചിത്രത്താഴിൽ പൂട്ടിയിട്ട കുറച്ച് പേരുണ്ടല്ലോ തോറ്റുപോയ, അവരെ അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ട് അവരെയും കൂടെ ഇതിനകത്തോട്ട് കയറ്റാൻ പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇതിനകത്ത് പ്രൊമോ ഇല്ല, പക്ഷെ പ്രൊമോ വരാൻ കിടക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി 9 മണിക്കാണെന്ന് തോന്നുന്നു നമുക്ക് ഈ എപ്പിസോഡ് നമ്മുടെ TV-യിൽ കാണാൻ സാധിക്കും. ഇത്രയും നേരത്തെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, കുറച്ച് പതുക്കെ വരായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാം. എന്തിനെക്കുറിച്ചിട്ടൊക്കെയാണ്, ആരെക്കുറിച്ചിട്ട് ചെയ്യണം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.